ഓസ്ട്രേലിയൻ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്ന് ഉയർന്ന ഫീസ് ഈടാക്കിയ ബാങ്കുകൾ പണം തിരികെ നൽകണം. ഏകദേശം $93 മില്യൺ രൂപ ഉപഭോക്താക്കൾക്ക് തിരികെ നൽകാനാണ് ഈ നിർദ്ദേശം. ASICയുടെ പുതിയ റിപ്പോർട്ടായ റിപ്പോർട്ട് 811 ബെറ്റർ ആൻഡ് ബിയോണ്ട് എക്സ്പാൻഡിംഗ് ബെറ്റർ ബാങ്കിംഗ് ഔട്ട്കംസ് ടു മോർ ലോ ഇൻകം ഓസ്ട്രേലിയൻസ് എന്നതിലാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുള്ളത്. ഈ റിപ്പോർട്ടിൽ അമിത ഫീസ് ഈടാക്കിയതിനെക്കുറിച്ചും ബാങ്കുകളുടെ പ്രതികരണങ്ങളെക്കുറിച്ചും വിശദമായി പറയുന്നുണ്ട്. ഇത് ലക്ഷക്കണക്കിന് ഓസ്ട്രേലിയക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ASIC ചെയർമാനായ ജോ ലോങ്കോ പ്രസ്താവനയിൽ പറഞ്ഞത്, ബാങ്കുകൾ പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയും ഒരുപാട് മെച്ചപ്പെടുത്താനുണ്ട്. ASIC ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. $93 മില്യൺ തിരികെ നൽകേണ്ടി വരുന്നത് ശരിയല്ല. ബാങ്കുകൾ അവരുടെ രീതികൾ മെച്ചപ്പെടുത്തണം, ഉപഭോക്താക്കൾക്ക് അവരിലുള്ള വിശ്വാസം കാത്തുസൂക്ഷിക്കണം എന്നാണ്. ബാങ്കുകൾ ഈ റിപ്പോർട്ട് വായിച്ച് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സ്വയം ചോദിച്ച് കണ്ടെത്തണം. ഉപഭോക്താക്കൾക്ക് ഏറ്റവും അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ നൽകണം. അവർക്ക് ആവശ്യമായ സഹായം നൽകാനും ബാങ്കുകൾ തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ASICയുടെ ആദ്യ റിപ്പോർട്ടിൽ പരാമർശിച്ച 4 ബാങ്കുകളിൽ 3 കുറഞ്ഞ വരുമാനമുള്ള ഉപഭോക്താക്കൾക്ക് പണം തിരികെ നൽകാൻ സമ്മതിച്ചിട്ടുണ്ട്. മറ്റ് 7 ബാങ്കുകൾ അവരുടെ പ്രവർത്തന രീതിയിൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. 9 ബാങ്കുകൾ കുറഞ്ഞ ഫീസുള്ള അക്കൗണ്ടുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കിയിട്ടുമുണ്ട്. ഇതിനായി ബാങ്കിൽ നേരിട്ട് പോകേണ്ടതില്ല. കോമൺവെൽത്ത് സീനിയേഴ്സ് ഹെൽത്ത് കെയർ കാർഡ് അല്ലെങ്കിൽ പെൻഷനർ കൺസഷൻ കാർഡ് എന്നിവയുടെ ആവശ്യമില്ലെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കോമൺവെൽത്ത് ബാങ്ക് തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് പണം തിരികെ നൽകാൻ ASIC സമ്മർദ്ദം ചെലുത്തുകയാണെന്നാണ് പറയുന്നത്. CBA പറയുന്നത് ഉപഭോക്താക്കൾക്ക് ഫീസുകളെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാണ്. എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും പാലിച്ചാണ് ഫീസ് ഈടാക്കിയതെന്നും അവർ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള വലിയ 4 ബാങ്കുകളിൽ ഒന്നാണ് CBA. സർക്കാർ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന പല ഉപഭോക്താക്കൾക്കും പലതരത്തിലുള്ള വരുമാനവും സമ്പാദ്യവും സ്വത്തുക്കളും ഉണ്ടെന്നും അവർ വാദിക്കുന്നുണ്ട്. ASICയുടെ മുൻ റിപ്പോർട്ടിൽ കുറഞ്ഞത് 20 ലക്ഷം കുറഞ്ഞ വരുമാനമുള്ള ഓസ്ട്രേലിയക്കാർ ഉയർന്ന ഫീസുള്ള അക്കൗണ്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. അവർ സെൻട്രൽ ലിങ്ക് നൽകുന്ന പണത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പുതിയ റിപ്പോർട്ടിൽ ASIC കൂടുതൽ ബാങ്കുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയും കൂടുതൽ ആളുകൾ അമിത ഫീസ് നൽകുന്നുണ്ടെന്നും കണ്ടെത്തുകയും ചെയ്തു. ASICയുടെ ഈ സംരംഭം തുടങ്ങിയത് കുറഞ്ഞ വരുമാനമുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിലെ ആളുകൾക്കും ആദിവാസികൾക്കും വേണ്ടിയായിരുന്നു. എന്നാൽ ഇത് രാജ്യമെമ്പാടുമുള്ള ആളുകൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണെന്ന് പിന്നീട് മനസ്സിലായി. $93 മില്യൺ $33 മില്യൺ ഇതിനകം 1,50,000 ഉപഭോക്താക്കൾക്ക് തിരികെ നൽകിയിട്ടുണ്ട്. ബാക്കി $60 മില്യൺ 7,70,000 ഉപഭോക്താക്കൾക്ക് ഉടൻ തിരികെ നൽകുമെന്നാണ് റിപ്പോർട്ട്. ASIC ബാങ്ക് അക്കൗണ്ട് ഉടമകളോട് അവരുടെ ബാങ്കുകളുമായി സംസാരിക്കണമെന്നാണ് പറയുന്നത്. തങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ അക്കൗണ്ടുകൾ ഏതാണെന്ന് ചോദിച്ചറിയണമെന്നും പറയുന്നുണ്ട്. ബാങ്കുകൾ കുറഞ്ഞ വരുമാനമുള്ള ഉപഭോക്താക്കളെ കണ്ടെത്തി അവരെ കുറഞ്ഞ ഫീസുള്ള അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ ശ്രമിക്കണം. എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തരത്തിലുള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കണം. സാധാരണക്കാരന് പോലും ബാങ്കിംഗ് സേവനങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം. അതിലൂടെ എല്ലാവർക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സാധിക്കണം. ബാങ്കുകൾ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണം. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകണം എന്നും ASIC ഒരു പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.